എവിടേക്കാ പോണെ? ചിക്കുവിനെ കാണാനാണോ? കണ്ടു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം അവിടെ നിൽക്കാനാന്ന് തോന്നും. പോണ്ടിച്ചേരിയിലെ ആ രാവുകൾ ഇങ്ങനെയൊക്കെ ശങ്കു നോക്കി ഇങ്ങനെയൊക്കെ ഉറങ്ങും. ചേച്ചി ഞാൻ പ്രഗ്നന്റ്, എന്റെ കുട്ടിക്ക് ഒരു പേരുണ്ടോ? ഗോവൻ ഫിഷ് ഫ്രൈ. അതെങ്ങനെ മനസ്സിലായി? ഭരതനാട്യം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ എൻ്റെ തലയിൽ മുടി ഉണ്ടെങ്കിൽ ഞാൻ മുടിയായിട്ട് വ്ളോഗ് ചെയ്യാൻ വരുന്നതായിരിക്കും. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. റിയലി സോറി, എനിക്ക് വ്ളോഗൊന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളെല്ലാം അമ്മമാർക്കും എൻ്റെ ഈ രോദന മനസ്സിലാവും, എൻ്റെ ഈ വേദന മനസ്സിലാവും. വേദനയൊന്നുമില്ല കേട്ടോ, നല്ല എൻജോയ് ചെയ്യണം അതുകൊണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സമയത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇപ്പോൾ അധികം ചെയ്യാത്തത്. ഉടനെ ചെയ്യും. നമ്മൾ കുറേ പേര് ചോദിച്ചു ഗുൽസുവിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അതൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാത്തത്. അപ്പോൾ അത് ഉടനെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കുറച്ച് എക്സൈറ്റിംഗ് നടക്കുമ്പോഴല്ലേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ദിവസം ഈ ഡേ ഇൻ മൈ ലൈഫും ഇതും കണ്ട് നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും ശില്പേശ്വര വീട്ടിൽ പോകുന്നുണ്ട്. ശില്പേശ്വര കുറേ ആയിട്ട് പറയണം അങ്ങോട്ട് വരാൻ. അവർ കൊച്ചിയിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ കുറേ ആയിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞങ്ങളിങ്ങനെ കുറേ പ്ലാനൊക്കെ ഇടും കേട്ടോ. ഡാൻസ്, ആ വീഡിയോ ചെയ്യണം, ഈ വീഡിയോ ഇടണം, എന്തൊക്കെ നടക്കുന്നു ഗുൽസിനെ കൊണ്ട് കണ്ടറിയാം. അപ്പോൾ ഇതൊരു പരീക്ഷണം വീഡിയോ ആണ്. കാരണം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ. തേസാട്ടനില്ല, തേസാട്ടൻ നാട്ടിൽ പോയിരിക്കും. അപ്പോൾ ഞാൻ ഗുൽസിനെ വെച്ച് എങ്ങനെയൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ പോയി കുളിക്കാൻ. നല്ല രസമില്ല. ഞാനൊരു മോളിൽ നിന്ന് മേടിച്ച കേട്ടോ ഒരു ലൂഫ, ഒരു പാഷൻ ഫ്രൂട്ട്, എന്ത് ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഗുൽസുവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗുൽസുവിനെ കുളിപ്പിക്കലും അതാണ് മെയിൻ ടാസ്ക്. അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോയി റെഡിയാവാം. ബിഫോർ ദാറ്റ് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ഒരു ഫേസ് വാഷിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു ഡബിൾ സ്ട്രോങ് സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് ഡെർമാക്കോ. ഓക്കെ. അപ്പം അവരുടെ സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ്. അപ്പോൾ ഇവർ പറയുന്നത് നീം ഫേസ് വാഷിനെക്കാട്ടിലും 3 ഇരട്ടി വേഗത്തിൽ ഇത് ആക്നെ മാർക്സിന് മാറ്റാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത്രയും കോൺഫിഡൻസ് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിൽ 2% സാലിസിലിക് ആസിഡും 2% നയസിനമൈഡും വരുന്നുണ്ട്. അപ്പം 2 ഭയങ്കര അടിപൊളി ആക്റ്റീവ്സ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഡെർമാക്കോന്റെ ഈ സാലിസിനമൈഡ് ആന്റി ആക്നെ ഫേസ് വാഷ്. സാലിസിലിക് ആസിഡ് നമുക്കറിയാം നമ്മുടെ ആക്നെ ഫൈറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ നമ്മുടെ പോർസിലേക്ക് ഡീപ്ലി പെനട്രേറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യും. നയസിനമൈഡ് ആ ഒരു ഓയിലിനെസ് കുറയ്ക്കാനും അതുപോലെ ആ ഡാർക്ക് സ്പോട്ട്സിനെ, ഡാർക്ക് മാർക്സിനെ എല്ലാം കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് സേഫ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ആക്നെക്കും ആക്നെ മാർക്സിനും ഇത് ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ദ ഡെർമാക്കോസ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. എൻ്റെ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫർ കിട്ടും. മാളവിക 2025. ഇനി അതല്ല, അതൊന്നും വേണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇറ്റ് ഫ്രം ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ. ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ. ഈ കുളിച്ചിട്ട് ഞാനിപ്പോൾ മുഖം കഴുകുന്ന കാണിച്ചു തന്നെയുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ശില്പേശ്വര അടുത്ത് പോയിട്ട് അവിടെ എന്തൊക്കെ കലാപരിപാടികൾ നടക്കുമെന്ന് കാണാം. ഈ ഷർട്ട് ഇടാമെന്ന് വിചാരിച്ചു. നല്ല രസമില്ല, വെരി സിമ്പിൾ. പക്ഷേ എനിക്കിതിൻ്റെ ആ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ചെറിയൊരു ഹാൻഡ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ഡ്രസ്സ് ഇടാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അയൺ ചെയ്യാറ് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചാണ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പോൾ സ്റ്റീം ചെയ്യാറ്. ഞാൻ അയൺ ചെയ്യല്ല, സ്റ്റീം ചെയ്യാറ്. സ്പെഷ്യലി ഇങ്ങനത്തെ ഷർട്ട്, ഇങ്ങനത്തെ ഭയങ്കര നൈസായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ സ്റ്റീം ചെയ്യാച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാം. എവിടേക്ക് വേണമെങ്കിലും കൊണ്ടു കിടക്കാം. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ജസ്റ്റ് ദേ ഇത്ര ഒരു വെള്ളം മാത്രം മതി. നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റെഡ് ലൈറ്റ് വരും. എന്നിട്ട് ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ഒരാളുടെ സഹായം വേണ്ടി ഒരു
പിടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ലോങ് ഡ്രസ്സൊക്കെ വെച്ച് ഒരാൾ പിടിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സുഖമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ. എനിക്കിവിടെ സ്റ്റാൻഡില്ല, പിന്നെ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും സഹായം ചോദിക്കും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പിടിച്ച് സെറ്റാക്കും. അപ്പോൾ ഞാൻ ഇനി റെഡി ആയിട്ട് വരാം. അപ്പം ഞാൻ റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ ലൈറ്റ് ഓഫ് ചെയ്യല്ലേ. അപ്പോൾ ഇനി ബാക്കി ശില്പീസ് അടുത്തേക്കല്ലേ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി മുടി ഉണക്കലൊക്കെ അവിടെ നിന്ന് ചെയ്യാം. ഗുൽസുനി റെഡിയാക്കി, ഞാൻ ഗുൽസുനി കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗുച്ചു, ചിക്കുനെ കാട റെഡി ആയതാണോ? ഗൗരവത്തില് എവിടേക്കാ പോണെ? ചിക്കുനെ കാണാനാണോ? അതാണ് അത്ര സന്തോഷം. വരില്ല. ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് ഞാൻ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം അവിടെ നിൽക്കാനാന്ന് തോന്നും, പക്ഷെ നിൽക്കാനല്ല. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇപ്പൊ കാറ് കയറിയ ഭയങ്കര പ്രശ്നമാണ് ഗുൽസുവിന്. ആളൊക്കെ ഇപ്പൊ പുറത്ത് കറങ്ങി നടക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൊക്കെ. ഞാൻ ബെൽറ്റ് ഒക്കെ ഇട്ട് ഞാൻ പോട്ടെ, അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഗുച്ചു എന്താടാ ഉറക്കം വന്ന് കിളി വന്നിരിക്കും. ഡാൻസ് പ്രാക്ടീസ്. ഇവിടെ 2 കുട്ടികളെ എന്നെ നോക്കാൻ ഏൽപ്പിച്ച് മീ ടൈം ആഘോഷിക്കാൻ പോകുന്ന ആന്റിയെ കണ്ടു. ഫൗണ്ടേഷൻ ഇടും, എന്നിട്ട് നമ്മള് ഇവിടുന്ന് ഹൈലൈറ്റർ ഇട്ടിട്ട് കണ്ണാടി എടുത്തോട്ടാ. ഇത് ഞാൻ എന്റെ 2 പെൺകുട്ടികൾക്ക് പേരിൽ എഴുതി കൊടുത്തു. എന്തൊക്കെ കുളിച്ചത്? ഇതൊക്കെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കെല്ലാം വലിച്ച് താഴെ ഇടായിരുന്നു. ഇത് തീരെ ശരിയല്ല. എപ്പോ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ താക്കീത് ചേച്ചി ഇത്ര വെയിറ്റിനാണ് കുളിച്ചത്. കുത്തുകേടാണിട്ടോ, കുത്തുകേട് കുത്തുകേടിട്ടോ, കുത്തുകേടിട്ടോ. ഇന്നലെ ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോ ഒരു കൊട വെള്ളം വായുന്നുണ്ട്. ചാറല് ജ്യൂസ്, കുമ്മിട്ടിക്ക ജ്യൂസ് ആക്കിട്ട് വരുന്നതിന് മുമ്പ് മാക്സിമം ഇങ്ങനെ കൊഞ്ചിച്ച് നടത്താം. അവള് വന്നാ പിന്നെ നോട്ടം ഉണ്ടാവും. ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് തെയ്യത്തിന്. നമ്മളെ നോക്കിട്ട് കുളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അമ്മച്ചീടെ വേഗം ഓടി നടന്ന് അവിടെ താഴേക്ക് ഒരു ഡാൻസ് ചേച്ചി പഴയ ഓർമ്മകളിലേക്ക് പോവാണോ? പോണ്ടിച്ചേരിയിലെ ആ രാവുകൾ, രാത്രി പകലാവുന്നതും പകൽ രാത്രിയാവുന്നതും ഒന്നും മനസ്സിലാവാത്ത ഞാനും കാശിമയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന. അല്ല ചേച്ചിയുടെ പ്ലാൻ എന്തായിരുന്നു? ഞങ്ങൾ വരുമ്പോ ഗുൽസുവിനെ കടത്തി. എന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഗുൽസ് തക്കിട്ടുണ്ട്. ഗുൽസുവിന് 2 മണിക്കൂർ വന്നുടനെ ഗുൽസ് ഉറങ്ങും. 2 hours. ആ ഉറങ്ങും 2 hours. 1 hour ഒന്നല്ല, കാരണം 4 മാസം പ്രായം കുട്ടികൾ അത്രക്കും ഉറങ്ങും. അങ്ങനെയാണ് ബേസിക്കലി. അപ്പൊ 2 hours അത് ഉറക്കിയിട്ട് നമ്മൾക്ക് ഓക്കെ നമ്മുടെ കോണ്ടന്റ് പ്ലാൻ ചെയ്യാം. നമ്മള് വൺ പ്ലാനിങ് ഭയങ്കര ഡാൻസ്, പിന്നെ ഫൺ മീംസ്, അങ്ങനെയൊക്കെ. എന്തായാലും കുറെ സമയം ഉണ്ടല്ലോ. വന്നപ്പോ മുതൽ ഞാൻ റെസ്റ്റ് എടുത്തില്ല. ഞാൻ ഇവളെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് എന്തൊക്കെ ഒരു ഉത്തരവാദിത്വം ഫീൽ ചെയ്യും ഇവളെ കണ്ടു കഴിഞ്ഞാൽ. ചേച്ചി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഉറങ്ങുന്നല്ലേ? പകൽ ഇതേ പ്രായം ഒരു കൊച്ചുകൂടെ വന്ന് 4 മണിക്കൂറൊക്കെ ഉറങ്ങി. രാത്രി ഉറങ്ങും, പക്ഷെ പകല് വലിയ നമ്മളെ പോലെ തന്നെയാണ്, ഉറങ്ങില്ല. നാപ്പ് എടുക്കും ഒരു 10-15-20 മിനിറ്റ്സ്. അല്ല ചേച്ചി ഇപ്പൊ എടുത്ത് ചേച്ചിയുടെ നെഞ്ചത്ത് ചേച്ചി മറ്റേ കൗച്ചിൽ കിടക്കുകയാണെങ്കിൽ ഒരു 2 hours സ്ലീപ്പ് ചെയ്യും. അല്ലാണ്ട് ചേച്ചി ബെഡിലൊന്നും കിടത്തി വെക്കൂ ഒരു 20 മിനിറ്റ്സ് മാക്സിമം. ഞാൻ മനസ്സിലാക്കിയത് ഇവക്ക് വലുതാകുമ്പോ ഒരു ഗൂർക്കയാവാൻ നല്ലൊരു ഭാവിയുണ്ട്. കാരണം ഉറക്കം വന്നിട്ട് പോലും അവൾക്ക് കണ്ണുന്ന വെള്ളം ഇവള് കണ്ണ് ഇങ്ങനെയാണ് വെക്കുക എപ്പോഴും. ഇവള് കണ്ട ചൈനീസ് കണ്ണ, എന്നിട്ടും നോട്ട് ഗിവിംഗ് അപ്പ്. ഷീസ് ലൈക്ക് മാളു, നിന്നെ പോലെയാ വാശി. വാശി എന്ന് പറഞ്ഞല്ലേ, അത്
ഒരു നേടിയെടുക്കാൻ അവള് ഒരു മിഷൻ ആലോചന അവളിന്ന് ഉറങ്ങൂല, അത് അവള് നേടിയെടുക്കാൻ എനിക്ക് എവിടെ നിനക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെ ശങ്ക് നോക്കി ഇങ്ങനെയൊക്കെ ഉറങ്ങും. ഇവളെന്താണ്, ഇവള് ഓരോന്നൊരു അഡ്വെഞ്ചർ പോലെ കണ്ടിങ്ങനെ ഇരിക്കാണ് അല്ലേ. ഇങ്ങനെ ഞാൻ മാളുവിന്റെ വയറ് നോക്കിട്ട് ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു വന്നൊരു പേരാ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. ചേച്ചി ഞാൻ പ്രഗ്നന്റ്, എന്റെ കുട്ടിക്ക് ഒരു പേരെടുക്കോ. ഇന്നലെ കൂടെ വന്നു ഗുൽസു ആൻഡ് തക്കിട്ടു, വാട്ട് ബ്യൂട്ടിഫുൾ നെയിംസ്, ക്യാൻ യു പ്ലീസ് സജസ്റ്റ്. അത് ഋത്വി, ഞാൻ ഇത് കൊള്ളാൻ പരിപാടി കേട്ടാ. പക്ഷെ അത് എല്ലാവരുടെ അടുത്തും നമുക്ക് തോന്നൂല. എന്നുവെച്ചാൽ എനിക്ക് മാള് പ്രഗ്നന്റ് ആയപ്പോ മുതല് ഞാനിങ്ങനെ ഓരോ പേരിങ്ങനെ വിളിച്ച് പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങിയ ഗുൾസു. അപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ പെട്ടെന്നുണ്ട് മാള് എന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കണം. അത് പിന്നെ ഗുൾസുവിന് ഇന്ന് ഒട്ടും കഴിക്കാനും കൂടി ഞാൻ എന്താ പറഞ്ഞ അപ്പൊ വളരെ കാഷ്വലായി. പിന്നെ അങ്ങോട്ട് തേജസ് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഒഫീഷ്യൽ ആയിരിക്കും. അങ്ങനെ ഇവളിപ്പോ പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങി. അത് പക്ഷെ അത് കിട്ടിയില്ല, ഞാൻ വീഡിയോ ഇട്ടില്ല. ന്യൂ ബോൺ ബേബി ഷൂട്ട് ആണ് കൊച്ചു. ഇപ്പൊ ഒക്കെ ചെയ്ത she's not realizing that she's in sleeping position. എന്നിട്ട് ചിരിച്ച് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ഫ്രോഡാണ് കേസ്. എന്താ കൊച്ചു എന്താ ചെയ്യണേ? ശരിക്കും ചിരിച്ച് തുപ്പി നിറയ്ക്കുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ വെച്ചിട്ട് കുട്ടീനെ ഇങ്ങനെ കിടത്തും. അപ്പൊ കൈ കൊണ്ട് താഴെ പിടിക്കുക. ഇവിടെ കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് ആന്യ ഭാഷയിൽ സംസാരിക്കും. ഗുൾസൊന്ന് കണ്ണ് ചിമ്മുമ്പോഴേക്ക് എനിക്ക് ടെൻഷനാവും. ഉരുളക്കിഴങ്ങ്, ഒരു സിമ്പിൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ, പിന്നെ ചോറ്, പിന്നെ ഗോവൻ ഫിഷ് ഫ്രൈ. യെസ്, ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇന്ന് കഴിക്കും. തേജസ്സിനെ മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. സീ ഫുഡിൻ്റെ ആള് സുഖമായി കഴിച്ചതിനെ എന്ന് എനിക്കൊരു ഫീലിംഗ്. കാണിച്ചു കൊടുക്കാം. ചേച്ചിയുടെ കൈ കൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കിയത് നാടൻ വീട്ടിലെ ഊണ്. അങ്ങനെ സ്വിഗ്ഗി മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം പിന്നെ അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കൊച്ചി കഴിഞ്ഞാൽ മിക്ക സമയങ്ങളും ഇതാ സ്വിഗ്ഗിയാണ്. കോവയ്ക്ക, ഹോം മെയ്ഡ് അച്ചാറാണ്. യെല്ലോ പരിപ്പ് കറി. ഇത് പച്ചമുളകിൻ്റെ അച്ചാറ്. ഞാൻ നോക്കിയിട്ട് ഞാൻ അച്ചാർ ഫാനല്ല, പക്ഷെ നീ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഒരു ഡ്രോപ്പ് മതി. ഇത് ഭയങ്കര ഇതിന്റെ ഒക്കെ ആളാരാച്ചിട്ടാ തേജസ്സിന് വേണ്ടി മാത്രം ഞാൻ കഴിക്കാം. പിന്നെ പപ്പടം. ഈ പരിപ്പൊക്കെ തേസായിട്ടും, കാരണം ആ സൈഡിലേക്കല്ലേ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, പുളിശ്ശേരിയൊക്കെ. എനിക്കിപ്പോൾ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്, കാരണം കഴിച്ചിരുന്നു. മറ്റേത് നമ്മുടെ സൈഡിലേക്ക് പുളിശ്ശേരി ഇല്ല, ആക്ച്വലി ഇല്ല. മോര് കറിയാണ്. അല്ല, അങ്ങനെ സാമ്പാർ അത് മോരൊഴിച്ച് കൂട്ടാൻ എന്ന് പറയും. അത് പക്ഷെ വേറെ. അതിന് മോര് വെച്ചത് അല്ല, അത് വേറെ. ഞാൻ വളരെ വീക്കായി കുക്കിംഗ് കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. അത് വേറെ പേര് മൊളീഷ്യം മുളകൂഷ്യം കണ്ട. മുളകൂഷ്യം അത് പക്ഷെ പുളിശ്ശേരി ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ടേസ്റ്റ് ഭയങ്കര തേങ്ങയിട്ട് അരക്കിയത് തന്നെയാണ് മഞ്ഞപ്പൊടിയും, പക്ഷെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ്. അവിടെ പുളിശ്ശേരി ഞാൻ കഴിച്ചിട്ടുള്ള വേറെ ആയിരിക്കും. ശബരിന്റെ അടുത്തൊന്നാണ് ഞാൻ മുളകൂഷ. ഒരു ദിവസം ചേച്ചി വീട്ടിൽ വരുമ്പോൾ ഇതേപോലെ നാടൻ ഫുഡ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ അവിടുത്തെ ചേച്ചിക്ക് അമ്മ അതെങ്ങനെ മനസ്സിലായി? ഓ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഇപ്പൊ എന്റെ നമ്മുടെ ബഹളത്തിൽ എണീറ്റ് തക്കിട്ടൂട്ട് ഡാൻസ് പാട്ട്. കുഴപ്പമില്ല,
ഭരതനാട്യം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. എത്ര മണിക്ക് ചേച്ചി റീൽ എടുക്കാൻ വിചാരിച്ച്? രാവിലെ ഒരു 12 മണിക്ക് മുന്നേ എടുക്കാൻ വിചാരിച്ചതാണ്. ബട്ട് താങ്ക്സ് ടു ഗുൽസു നമുക്ക് പോസിബിൾ ആക്കി തന്നതിൽ ഒരുപാട് ഇനിയിപ്പോ തക്കി ക്യാമറാമാൻ അവള് സ്റ്റെപ്പ് പഠിച്ചു, അവള് വീഡിയോ എടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഡാൻസ് കൊറിയോഗ്രാഫിയും ഡാൻസും ഇങ്ങനെ കളിച്ച് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഒരു അൽഫാം ഓർഡർ എവിടെ കണ്ണിലെന്താ തട്ടിട്ടു? ഉറക്ക ക്ഷീണം ഉണ്ടോ? മേക്കപ്പ് ആണോ? ഉറക്കം വന്നിട്ടല്ല, ഉറക്കം വന്നിട്ടില്ല അല്ലെ? മേക്കപ്പ് ആണ്, അണ്ടർ ഐ ഒക്കെ മേക്കപ്പ് ചെയ്തിരിക്കുക, ഉറക്കം വന്നിട്ടല്ല. ഗുൽസു ബൈ 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 ബൈ. അമ്മ പോട്ടെ. ബൈ ബൈ തക്കിട്ടു ബൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് ടയർഡായി, ചാടിത്തുള്ളി കളിച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് പ്രോപ്പർ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. പറ്റിയ ഗുൽസുവിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെ ഇടാം. അതായത് ഗുൽസു എന്തായാലും തുടങ്ങി, അതായത് ഗുൽസു യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും ഗുൽസുവിൻ്റെ ഡ്രസ്സുകളിനെ പറ്റിയിട്ടും എല്ലാം വീഡിയോ ചെയ്യണമെന്ന് കുറേ പേരെ പറയുന്നു. സോ ഞാൻ അതുതന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഒരാൾ വയലൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനധികം സ്ക്രീൻ ആക്ച്വലി ഗുൽസിനെ കാണിക്കാറില്ല. അതാണ് ഞാൻ അധികം സെൽഫി വെക്കാത്തത്. കണ്ടോ, അത് കാണിക്കാത്തതിൻ്റെ ദേഷ്യം ഇപ്പം. ഓക്കെ, അപ്പോൾ എന്നോട് ഈ പണി നിർത്താൻ ഉള്ള വാണിംഗ് ആണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എൻ്റെ തലയിൽ മുടി ഉണ്ടെങ്കിൽ ഞാൻ മുടിയായിട്ട് വ്ളോഗ് ചെയ്യാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.